കാരണം ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 5 മിനിറ്റേ ആയുള്ളൂ, കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ തന്നെ അവർ പറയുന്നത് 5 അന്യഭാഷാ സിനിമകളുണ്ടെന്നാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം എന്നുള്ള റിലീസ് ചെയ്ത 5 അന്യഭാഷാ സിനിമകൾ? അതിൽ ഇന്ന് ദ ഓപ്ഷൻസ് ആർ പ്ലെന്റി. അത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. കാരണം ഇത് ഞാൻ പറയുന്നു, ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു. അവർ പറഞ്ഞു 35 പേര് വേണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിനിമകൾക്ക് ഒരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാത്തത്? അല്ല, അത് ആ ചോദ്യം ഞാൻ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. കാരണം ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 5 മിനിറ്റേ ആയുള്ളൂ, കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്ന് ചിരിക്കട്ടെ, അതൊന്ന് ചിരിച്ച് നടന്നു തുടങ്ങട്ടെ. അപ്പൊ അതാണ് ഞാൻ തിയേറ്ററുകാരോട് സംസാരിക്കുന്നത്. 20 സിനിമ ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന ഞാൻ അത്യാവശ്യം ജഡ്ജ്മെന്റ് ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു. ആ ജഡ്ജ്മെന്റിൽ ഞാൻ പറയുന്നു ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ്. കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ട് വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞാനൊരു മോശം സിനിമ ഉണ്ടെങ്കിൽ ഞാനത് ക്യാൻ ചെയ്ത് കളയുള്ളൂ. ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഇതിനെല്ലാം ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതാണ്, ഈ സിനിമ ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞ വിമൻ. അപ്പൊ അവർക്ക് എത്താനൊരു സമയം വേണം. ഇതെല്ലാം റിവ്യൂവേഴ്സ്, എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന്. ഇന്നലെ വിമൻ ഞാൻ പറയുന്ന ഹാർഡ്കോർ സിനിമ റിവ്യൂവിംഗ് ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പല ഗ്രൂപ്പുകളിലും ഉണ്ടാവും, പക്ഷെ പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസിന് റീച്ച് കുറവാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം 100% പോസിറ്റീവാണ്. അപ്പൊ ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ക്ഷമ അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അത് തിയേറ്ററുകാര് സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനിച്ച് വീണതേ ഉള്ളൂ. ഒരു സിനിമ ഇറങ്ങി 2 or 3 ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റുകയാണ്. മൾട്ടിപ്ലക്സിന്റെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു. അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു. ഇന്ന് ദ ഓപ്ഷൻസ് ആർ പ്ലെന്റി. അത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. കാരണം അത്രയും പ്രഷർ വൻകിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർക്കുണ്ട്. ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം അല്ലെങ്കിൽ കളിക്കണം. അപ്പം അവര് തിയേറ്ററുകാരും ആ പ്രഷറിന് സർക്കമെന്റ് ചെയ്തായിട്ട് വരുന്നു. അപ്പൊ അവരത് കുറ്റം പറയുകയാണെങ്കിൽ ആരെ കുറ്റം പറയണമെന്ന് അറിയില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അല്ല, ഇതിപ്പോ എങ്ങനെ തരണം ചെയ്യും? കാരണം വെച്ചാൽ ഈ സിനിമ കാണാൻ കഴിയുന്നില്ല ആളുകൾക്ക്, സിനിമ തിയേറ്ററുകളില്ല. ഇപ്പോ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിലിട്ടു, നമ്മള് തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ തന്നെ അവർ പറയുന്നത് 5 അന്യഭാഷാ സിനിമകളുണ്ടെന്നാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം എന്നുള്ള റിലീസ് ചെയ്ത 5 അന്യഭാഷാ സിനിമകൾ? അതിൽ മാക്സിമം 2 പേര് അല്ലെങ്കിൽ 3 പേര് പറയാൻ പറ്റും. മറ്റ് 2 പടങ്ങൾ ആർക്കും അറിയത്ത് പോലുമില്ല. അപ്പൊ ഈ മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡംപിങ് യാർഡായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാത്ത സിനിമകൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ അവർ പറയുന്നത് ഇത് തന്നാൽ മാത്രമേ തരുള്ളൂ. അപ്പൊ അവർക്ക് ഷോ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പ്രഷർ വരും. ഇതെന്താ കേരളത്തിലെ ടൈമിങ്ങിനെ. അപ്പൊ അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക? പുതുമുഖങ്ങളുടെ സിനിമ. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ 2 ദിവസം ഹൗസ്ഫുൾ ആവുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മാത്രം ബിൽഡ് ആവുന്ന ഒരു സിനിമയാണ്. 2 ദിവസം എടുക്കും. അപ്പൊ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ അവർ കാണിക്കണം. അതൊരു മെച്യൂരിറ്റി അല്ലേ, അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ. പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു, നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ്, നല്ലൊരു സംവിധായകനാണ്.
അത്രയും റിവ്യൂസ് നമ്മളിന്ന് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ അറിയാം ദ പെർസെൻറ്റേജ് ഓഫ് റിവ്യൂസ്. 10 നല്ല റിവ്യൂസിന് ഒരു മോശം റിവ്യൂ ആണ് കൽബിനുള്ളത്. അത് ഒബ്വിയസ്ലി അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. മിനിമം 20 എണ്ണം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100 എണ്ണത്തിൽ 20 എണ്ണം മോശമാവണം. ഇത് 100 എണ്ണത്തിൽ 80 എണ്ണം നല്ല റിവ്യൂ ആണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കൽബ് കണ്ടിട്ട് മോശം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു റിവ്യൂ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്താം. അപ്പം കയറി വരാനൊരു സമയമെടുക്കും. ആ സമയം തന്നില്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രി വളരെ മോശമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു രീതിയിൽ ഇവിടെ കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല. ഒരു ന്യൂ കമറും ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല. എല്ലാവരും ആരും ധൈര്യപ്പെട്ടില്ല. കൽബിന് ശേഷം ഇറങ്ങിയ സിനിമയുണ്ട്, ആദ്യത്തെ ദിവസം തന്നെ അത്രയും പ്രഷർ വൻകിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർക്കുണ്ട്. ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം അല്ലെങ്കിൽ കളിക്കണം. അപ്പം അവര് തിയേറ്ററുകാരും ആ പ്രഷറിന് സർക്കമെന്റ് ചെയ്തായിട്ട് വരുന്നു. അപ്പൊ അവരത് കുറ്റം പറയുകയാണെങ്കിൽ ആരെ കുറ്റം പറയണമെന്ന് അറിയില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അല്ല, ഇതിപ്പോ എങ്ങനെ തരണം ചെയ്യും? കാരണം വെച്ചാൽ ഈ സിനിമ കാണാൻ കഴിയുന്നില്ല ആളുകൾക്ക്, സിനിമ തിയേറ്ററുകളില്ല. ഇപ്പോ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിലിട്ടു, നമ്മള് തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ തന്നെ അവർ പറയുന്നത് 5 അന്യഭാഷാ സിനിമകളുണ്ടെന്നാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഇന്നലെ റിലീസ് ചെയ്ത 5 അന്യഭാഷാ സിനിമകൾ? അതിൽ മാക്സിമം 2 പേര് അല്ലെങ്കിൽ 3 പേര് പറയാൻ പറ്റും. മറ്റ് 2 പടങ്ങൾ ആർക്കും അറിയത്ത് പോലുമില്ല. അപ്പൊ ഈ മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡംപിങ് യാർഡായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാത്ത സിനിമകൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ അവർ പറയുന്നത് ഇത് തന്നാൽ മാത്രമേ തരുള്ളൂ. അപ്പൊ അവർക്ക് ഷോ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പ്രഷർ വരും. ഇതെന്താ കേരളത്തിലെ ടൈമിങ്ങിനെ. അപ്പൊ അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക? പുതുമുഖങ്ങളുടെ സിനിമ. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ 2 ദിവസം ഹൗസ്ഫുൾ ആവുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മാത്രം ബിൽഡ് ആവുന്ന ഒരു സിനിമയാണ്. 2 ദിവസം എടുക്കും. അപ്പൊ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കണം. അതൊരു മെച്യൂരിറ്റി അല്ലേ? അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ? പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു, നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ്, നല്ലൊരു സംവിധായകനാണ്. അത്രയും റിവ്യൂസ് നമ്മളിന്ന് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ അറിയാം ദ പെർസെൻറ്റേജ് ഓഫ് റിവ്യൂസ്. 10 നല്ല റിവ്യൂസിന് ഒരു മോശം റിവ്യൂ ആണ് കൽബിനുള്ളത്. അത് ഒബ്വിയസ്ലി അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. മിനിമം 20 എണ്ണം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100 എണ്ണത്തിൽ 20 എണ്ണം മോശമാവണം. ഇത് 100 എണ്ണത്തിൽ 80 എണ്ണം നല്ല റിവ്യൂ ആണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കൽബ് കണ്ടിട്ട് മോശം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു റിവ്യൂ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്താം. അപ്പം കയറി വരാനൊരു സമയമെടുക്കും. ആ സമയം തന്നില്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രി വളരെ മോശമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു രീതിയിൽ ഇവിടെ കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല. ഒരു ന്യൂ കമറും ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല. എല്ലാവരും ആരും ധൈര്യപ്പെട്ടില്ല. കൽബിന് ശേഷം ഇറങ്ങിയ സിനിമയുണ്ട്, ആദ്യത്തെ ദിവസം തന്നെ പറയുന്നില്ല. ജനങ്ങൾ കാണണം. മലയാള സിനിമയാണ്, നല്ല സിനിമയാണ്. ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകനാണ്, എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ. അതൊരു കാരണമാണോ? അതൊരു കാരണമല്ല, ഒരിക്കലുമല്ല. കൽബ് 3 സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റാണ് മലയാളം, അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ റിവ്യൂവേഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് കൽബാണോ മറ്റു അന്യഭാഷാ സിനിമകളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഒബ്വിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ്. അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. ആർക്ക്? തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും. കാണണ്ടെന്ന് വീണ്ടും പറയുന്നില്ല. ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിനിമയാണ്, നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, പുതിയ ആൾക്കാർ വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ, അതിനൊരു സ്റ്റെപ്പ് എടുക്കുകയാണ് നമ്മൾ. ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അത് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക്, ഞാൻ ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ, നമുക്കും ഒഴുക്കിന് അനുസരിച്ച് പോവാം.
എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത്? ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാ. വെയിൽ കൊള്ളണ്ട, സ്ക്രിപ്റ്റ് നോക്കണ്ട, സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല, നേരെ പോവുക, മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക, എടുത്തോണ്ട് വരിക, ഇടുക. റിവ്യൂ പറയുകയോ പറയാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, റിസ്ക് ഇല്ലല്ലോ. നമുക്ക് OTT-യിൽ കൊടുക്കണ്ട, സാറ്റലൈറ്റിൽ കൊടുക്കണ്ട, ഒഴിക്കുന്നത്. ഇപ്പം ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക, മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്നറിയാമോ? ഒരു 60-70 മലയാളം പടം ഇറങ്ങും, ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത്, അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങും. ബാക്കി തമിഴ്, തെലുങ്ക്, ഹിന്ദി കളിച്ച് പോവാം. പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ ഇല്ലാണ്ടാവും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. മലയാളം ഫേസ് ചെയ്യുന്ന പ്രധാന ചലഞ്ചുകളാണ്. കാരണം പണ്ട് തമിഴ് സിനിമകൾ, തെലുങ്ക് സിനിമകൾ ഏറ്റവും പ്രധാന ചലഞ്ചാണ്. മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ, അതൊക്കെ അതിനിവിടെ ഒരു നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്, നമുക്കുണ്ടായിരുന്ന സിനിമകളാണ്. ഇന്ന് OTT-ക്ക് ശേഷം OTT-യിൽ ഈ മലയാളത്തിൽ ഈ പാൻ ഇന്ത്യൻ, പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ബിക്കോസ് അവർ എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു. അപ്പൊ ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മലയാളം ഡബിങ്ങിലേക്ക് OTT കൊടുക്കാൻ വേണ്ടി. എന്നാ പിന്നെ ഞാൻ പറയണേ, ഇവരൊക്കെ നമ്മൾക്ക് അറിയാവുന്നവരാണ്. മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്തൊരു സാധനമാണ്. അത് അഡീഷണൽ റവന്യൂ ആണ്. വന്നാ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈംസിന് വേണ്ടി അതെടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ 80-90 തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷർ ഇടുകയാണ്. ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട്, അത് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ മറാഠിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഈ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക്. മറാഠി സിനിമയ്ക്ക് ക്യാപ്പ് ഉണ്ട്. ഇത്ര പെർസെന്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂളുണ്ട്. അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ ക്യാപ്പ് വെക്കാൻ അസോസിയേഷൻസ് തയ്യാറാവണം. ഇത്ര പെർസെന്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം. ഇന്ന് ഓസ്ലറും നേരും അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെന്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതെന്താണ് ഈ സംഘടനകളുടെ ഇതിലേക്ക്? ഇത് കാലാകാലങ്ങൾ ഇപ്പൊ കുറെ നാളായിട്ട് ഇത് തുടർന്ന് വരികയാണ്. കാലാകാലങ്ങളില്ല, ഈ സമയത്ത് കുറച്ച് കൂടിയിരിക്കും. കുറച്ച് നാളെ അസോസിയേഷൻ ഉണ്ട്, തിയേറ്റർ ഉടമകൾ എല്ലാ അസോസിയേഷനും ഉണ്ട്. എന്തുകൊണ്ട് താങ്കൾ പറയുന്ന നിർമ്മാതാക്കളുടെ സംഘടന ഇതിന് മുമ്പ് ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ സംഘടനയ്ക്ക് പറ്റുന്നില്ല? അത് ബിക്കോസ് ഹൈദരാലിക്ക് എന്നെക്കാട്ടിൽ വ്യക്തമായിട്ട് അറിയാം. അത് അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഇത് ഞാൻ പറയുന്നു, ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു. അപ്പൊ നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോവാം, ഒഴുക്കിനനുസരിച്ച് പോവാം. അങ്ങനെ വരുമ്പോ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം. മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ 10 വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട്, അല്ലേ? 10 വർഷത്തിന് ശേഷം റാംജി റാവ് സ്പീക്കിംഗ് പോലുള്ള സിനിമകൾ, അതായിരുന്നു മലയാള സിനിമ. ഇന്ന് അവര് 10 വർഷം മുമ്പ് എടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആട്ടം നല്ല പടമായിരുന്നില്ലേ? എത്ര ദിവസം ഓടി? തിയേറ്റേഴ്സ് 3 ദിവസം കഴിഞ്ഞ് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ എടുത്ത് കളയാണ്. അങ്ങനെ എത്ര സിനിമകൾ, നല്ല സിനിമകൾ എനിക്കറിയാം. കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകൾ, അതൊക്കെ എങ്ങനെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നു 3 വർഷം മുമ്പാണെങ്കിൽ എത്ര വന്നിട്ടുണ്ടാവും? അതാണ് അത് ടൈമിങ്ങിനാണ്. ഇപ്പം നമുക്ക് ഷോ ടൈം തരുന്നു എന്ന് പറയുന്നു, ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ്. കാരണം തരുന്ന ടൈം എപ്പോഴാണ്? രാവിലെ 9 മണി, രാത്രി 10:40. പറഞ്ഞു വരുമ്പോൾ 3 ഷോ ഉണ്ട്. ആരാ 11 മണിക്ക് മൾട്ടിപ്ലക്സിൽ പോയി കൽബ് പോലൊരു സിനിമ കാണാൻ പോകുന്നു? 4 മണി തൊട്ട് 9 മണി വരെ ഷോ ഇല്ല. 3 ഷോ തന്നല്ലോ എന്നാ പറയണേ. ആരെ കാണിക്കണേ? ഞാൻ പറഞ്ഞു വേണ്ട, എടുത്ത് മാറ്റിക്കൂ. എന്നിട്ട് ആള് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
കൽബ് പോലൊരു സിനിമ, വലിയ താരങ്ങളും ഇല്ലാത്ത സിനിമയ്ക്ക് രാവിലെ 9 മണിക്ക് ആളുകൾ ഇടിച്ചു കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ തിയേറ്ററുകാർ? അതിനാണ് സപ്പോർട്ടില്ലായ്മ എന്ന് പറയുന്നത്. ഈ പണ്ടത്തെ പോലെ MG ഒന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ പെർസെന്റേജ് ടേംസ് MG ഒന്നുമില്ല. MG ഒക്കെ അല്ലെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ കിട്ടാറുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് MG കിട്ടിയില്ല, കാരണം ഞാൻ ഉണ്ടാക്കുന്നതല്ല അങ്ങനത്തെ സിനിമകളാണ്. അല്ല, അതുകൊണ്ടാണ് തിയേറ്റർ ഉടമകൾക്ക് നഷ്ടം വരുന്നത്. ഇപ്പം ഈ പറഞ്ഞതുപോലെ രാവിലെ 9 മണിക്ക് ഷോയ്ക്ക് ഒരു പേരിനൊരു ഷോ തരണം, 9 മണിക്ക് രാത്രി 11 മണിക്ക്. ആ ഷോയ്ക്കൊന്നും ആള് വരില്ല എന്ന് തിയേറ്റർ ഉടമകൾക്ക് നമുക്കും അറിയാം, നമ്മൾ ആരും പോകുന്നില്ല. പക്ഷേ തിയേറ്റർ ഉടമകൾക്ക് ഭീകരമായ നഷ്ടവും സംഭവിക്കുന്നുണ്ട്. ആളില്ലാതെ സിനിമ ഓടിക്കാൻ നഷ്ടവും സംഭവിക്കും. അങ്ങനെ ഓടിച്ച എത്രയുണ്ടോ നമ്മൾ പോയി ചെക്ക് ചെയ്യോ? ഇല്ല, ഇത് ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ 9 മണിക്ക് തരുന്നത്. ആ ഒരു രീതിയാണ് ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പിച്ച. ആള് കയറിയില്ല, അതുകൊണ്ട് ഓടിക്കുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അതാ ആ ടൈമിങ്ങിൽ തന്നാൽ അത് ഓടും. ആളുകൾ സിനിമ കാണാൻ വരുന്ന ഒരു ടൈമുണ്ട്. നിങ്ങൾ ചോറിടുന്ന ഒരു ടൈം ഉണ്ടല്ലേ, രാവിലെ 6 മണിക്ക് സദ്യ വിളമ്പിട്ട് കാര്യമുണ്ടോ? മനഃപൂർവ്വം തന്നെ തിയേറ്റർ നമ്മൾ തരുന്നു എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ അത് കഴിഞ്ഞ ഉടനെ ആള് കയറുന്നില്ല ഉള്ള സ്ക്രിപ്റ്റ് ആദ്യമേ എഴുതി വെച്ചിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത്? നല്ല സ്ക്രിപ്റ്റിൽ പുതുമുഖങ്ങളെ വെച്ച് നല്ല സിനിമ ഞാൻ എങ്ങനെ ധൈര്യം വരും? അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രധാന കാര്യങ്ങൾ. അതിനാണ് ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അസോസിയേഷന്റെ ഒരു പ്രോമിനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. തമിഴ് സിനിമകൾക്ക് ഗ്യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും നമുക്ക് 10-12 കൊമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ട്, അല്ലെങ്കിൽ 15 കൊമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടാവും. അത് മാത്രമാണോ മലയാളം ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ ഇതിനൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. റിവ്യൂ ചെയ്തോളൂ. ഞാൻ ഒരിക്കലും റിവ്യൂവിന് എഗെയിൻസ്റ്റ് ചെയ്തിട്ടില്ല. പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞോളൂ. പോസിറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ ഇടും. ഞാൻ വാലാട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് റിവ്യൂവേഴ്സിന്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ ഇറക്കിയ ആളാണ്. ഞാൻ അതിനൊന്നും എഗെയിൻസ്റ്റ് അല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 2 ദിവസം ക്ഷമിക്കും. ഇഷ്ടപ്പെടുന്നവരൊന്ന് കണ്ടിട്ട് നിങ്ങൾ എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. എന്തിനാണ് ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജയഭവനക്കെതിരെ ഒരു ഫോക്കസ് ഉണ്ടോ? ഏതില്? ഇവിടെ ഈ മലയാള സിനിമയിൽ ഫോക്കസ് ഒരു കൂട്ടായ്മ നിന്നിട്ട് വിജയബാബുയുടെ സിനിമകളൊക്കെ മതി എന്ന് തീരുമാനിക്കുന്ന സിനിമകൾ മാറ്റാൻ ഞാൻ അങ്ങനെയൊന്നുമില്ല. ഇത് ബേസിക്കലി ഈ ജസ്റ്റ് മണി മൈൻഡഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു പറ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് മണി മൈൻഡ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് ഇതിന്റെ ഫ്യൂച്ചർ എന്താവും എന്നും കൂടെ ചിന്തിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ്, ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. അത് അസോസിയേഷനുകൾ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അങ്ങനെ ചില സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഞാൻ ഓൾറെഡി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പറയും. മുൻപ് ഈ റിവ്യൂസിന്റെ ഇഷ്യൂസിൽ ഇച്ചിരി നല്ല ഒരു ഡയറക്ടർ തന്നെ മുന്നോട്ട് ഇറങ്ങി കേസ്